എനിക്ക് ഒന്നാമത് ഈ LGBTQ സാധനം മനസ്സിലായിട്ടേ ഇല്ല. ഐ കോൾ ദം ട്രാൻസ്പ്ലാന്റേഴ്സ്. അതൊരു വലിയ ഒരു മാഫിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ എൻട്രി പ്രഭാഷണത്തിനകത്ത് അനീഷ് പറയുന്നുണ്ടല്ലോ, പിന്നെ പുരുഷന്മാരുടെ അവകാശത്തിന് വേണ്ടി പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ അതൊക്കെ ഞാൻ അകത്തി എന്നിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് പക്ഷേ ആ ഇൻട്രോയില് മാത്രം ഉണ്ടായില്ല, അകത്ത് ഉണ്ടായില്ല ഒന്നും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള എടുത്ത ക്രൈറ്റീരിയ എന്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് എന്നുള്ള രീതിയിലേക്ക് കൂടുതലും നമ്മുടെ ഷോ എന്റർടൈനർ എന്നുള്ള രീതിയിലേക്ക് ആണോ? അല്ല, ഞാൻ എന്ത് എന്റർടൈനർ, എന്നെ അവരെടുത്ത് ഭയങ്കര ഒരു നെഗറ്റീവ് ആൻഡ് റൂഡ് ആൻഡ് റൗഡി പേഴ്സൺ എന്നുള്ള നിലയ്ക്ക്. ഭാര്യയും പോകുന്നതിന് മുമ്പ് എന്നെ കണ്ടിരുന്നു, അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അനു എന്റെ അടുത്ത് കയറുന്നതിന് മുമ്പ് ബിഗ് ബോസ് പറഞ്ഞു, നീ ഒരുപാട് പൈസക്ക് ജോലി ചെയ്യുന്ന ആ എമൗണ്ട് ഒരു തരത്തില്ല, നിനക്ക് തന്നിട്ടുള്ള പൈസയുടെ വർക്ക് കൊടുത്താൽ മതി എന്നാണ് അവരെ അടുത്ത് പറഞ്ഞിട്ട്. പൈസ കൂടുതൽ അഭിനയിക്കുന്നത് അവരെന്നോട് പറഞ്ഞത് ഇവർ ടാസ്ക് ചെയ്യുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറെ ജനറൽ സാധനങ്ങൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എന്റെ അടുത്ത് റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്റെ റോസ്റ്റിംഗ് ഭയങ്കര റൂഡാണ്. അൾട്ടിമേറ്റ്ലി അതിനകത്ത് കണ്ടന്റ് കൊടുക്കാൻ കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മാനസിക എന്താ പറയുന്ന ശക്തി ഉപയോഗിച്ച് അതിനകത്ത് സർവൈവ് ചെയ്യണം നിന്ന്. അനീഷ് ഒരു കാര്യമില്ലാതെ വെറുതെ ഇൻസൾട്ട് ചെയ്തത് അനുമോളെ. അനുമോളെ എന്നല്ലാതെ ആരെയും നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളൊരു കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് അതേ നാണയത്തിൽ കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ ഞാനല്ലാതായി പോയാലും. ബിഗ് ബോസ് സീസൺ 7 അതിന്റെ അവസാന നാളുകളിലേക്ക് അല്ലെ എണ്ണപ്പെട്ടു തുടങ്ങി. പക്ഷെ ഇപ്പോഴും സീസൺ 1 ഈ കണ്ടസ്റ്റന്റിന്റെ പേര് പറയാതെ അത് പൂർണ്ണമാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിഗ് ബോസ് സീസൺ കണ്ടസ്റ്റന്റ് അല്ല, അതുപോലെ തന്നെ വിന്നർ സാബുമോൻ. നമസ്കാരം. നമസ്കാരം. ഈ പറഞ്ഞതിനകത്ത് ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നെന്ന് പറയരുത്. ഓക്കെ, എല്ലാ സീസണിലും തെറി വാങ്ങിച്ചു കൂട്ടുന്ന ഒരാളെന്ന് പറയാം. സോഷ്യൽ മീഡിയ, നോട്ട് ഇൻ റിയൽ ലൈഫ്. ഞാൻ ഓരോ സീസണിലും ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറയും, പിന്നെ ഇങ്ങനെ തെറിയുടെ തെറി മഴ, ഈ മഴ എന്നൊക്കെ പറയുന്ന പോലെ അത് വാങ്ങിച്ചു പിടിക്കും. അപ്പൊ എന്റെ കൂടെ ഉള്ളവർ ചോദിക്കും, അണ്ണൻ എന്തിന്റെ കേടായിരുന്നു, നല്ല കാര്യമുണ്ടായിരുന്നു. അത് എന്റെ ഒരു എന്റർടൈൻമെന്റ്. തോന്നുന്നു എല്ലാ വർഷവും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഒരാൾ വേണം എന്നുള്ള രീതിയിലേക്ക് പറയാറുണ്ട്. അല്ല, LGBT കമ്മ്യൂണിറ്റിന്ന് വരാറുണ്ട്. അത്തരത്തിൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് മറ്റു കമ്മ്യൂണിറ്റികൾ വരണം. ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിറ്റീസ് നമുക്കിപ്പോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ട്. പക്ഷെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കോട്ട പോലെ കാണുന്നത് എപ്പോഴും പറയാറുള്ളത് LGBT ആണ്. അതിനോട് എന്താ അഭിപ്രായം? എനിക്ക് ഒന്നാമത് ഈ LGBTQ സാധനം മനസ്സിലായിട്ടേ ഇല്ല. ഐ കോൾ ദം ട്രാൻസ്പ്ലാന്റേഴ്സ്. അതൊരു വലിയ ഒരു മാഫിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഈ സോഷ്യൽ മീഡിയയിലും ടെലിവിഷനിലും പിന്നെ പല സ്ഥാനങ്ങളിലും എത്തിച്ചേരുന്നവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഭയങ്കര ഒരു മാഫിയ പോലെ ഒരു കൂട്ടം ചേർന്ന്, ഒരു സംഘം ചേർന്ന് അവർ ചെയ്യുന്നത് മാത്രം ശരി, ബാക്കിയുള്ള നോർമൽ മനുഷ്യർ ചെയ്യുന്നതെല്ലാം ഭയങ്കര മോശം. നമ്മളിപ്പോ നമ്മളുടെ ഒരു രാഷ്ട്രീയമായ ഒരു എതിരഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ സംഘം ചേർന്ന് ആക്രമിക്കുക. പിന്നെ പുതിയൊരു കൾച്ചറുണ്ട്, ക്യാൻസൽ കൾച്ചർ. ഇത് മറ്റേ ട്രാൻസ്പ്ലാന്റർ കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിക്കുന്ന ആളാണ്, ക്യാൻസൽ ചെയ്യും, അയാളുടെ പരിപാടികൾ ആരും പോയി കാണരുത്, കാരണം ഞങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന, ബോയ്ക്കോട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ളു. സോ അതൊരു ബുള്ളി സ്വഭാവമുള്ള ഒരു ഓർഗനൈസേഷൻ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ LGBTQ HDTV സാധനം ആക്ച്വലി ഇപ്പൊ ഡിവൈഡ് ആയിട്ടുണ്ട്. അതിൽ ഈ ലെസ്ബിയൻ, ബൈസെക്ഷൽ, ഗേ എന്ന് പറയുന്നത് പ്രത്യേകം, LGB ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ് വേറെ മാറി, HDTV വേറെ മാറിയിട്ടുണ്ട്. കാരണം ഇതിലെന്നും പെടാതെ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഫെമിനിസം ഇവരെ പാടെ തള്ളിക്കളഞ്ഞിട്ട് ഫെമിനിസത്തിന് വേണ്ടിയിട്ട് മുമ്പോട്ട് വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അവരുടെ അവകാശങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇതിന്റെ ഭാഗത്ത് നിന്ന് മാറി മുന്നോട്ട് വീണ്ടും പ്രയാണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കഴിഞ്ഞ
നൂറ്റാണ്ടൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച മൂവ്മെന്റുകളിലൊന്നാണ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. കാരണം അവർ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ ചില്ലറയൊന്നുമല്ല, അതിന് ബലി കൊടുക്കപ്പെട്ട മനുഷ്യരും സ്ത്രീകളും ചില്ലറയൊന്നുമില്ല. അവരോട് എല്ലാ ബഹുമാനവും കൊണ്ട് പറയാണ്. ഫോർച്ചുനേറ്റ്ലി ദേ മൂവ്ഡ് അഹെഡ്. എന്നിട്ട് അവർ മാറി അവരുടെ പാർട്ടിയിൽ പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരം ഇപ്പൊ പറയുന്നു അവരുടെ ഉള്ളിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങളും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ പറയാനുള്ള ഞാൻ ചോദിക്കാൻ കാരണം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെർമിനോളജി ഇസ് വെരി റോങ്. നിങ്ങളപ്പോ പറയണം പിന്നെ ഇപ്പം എന്റെ ഭാഷയിലാണ് ട്രാൻസ്പ്ലാന്റർ കമ്മ്യൂണിറ്റി എന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ LGBTQHD എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്ന് ചേർത്ത് വേണം. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടം പോലെ നമ്മൾ BB എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരൊറ്റ സെക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് മുഴുവൻ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ LGBTയുടെ ഭാഗമായിട്ട് സംഭവം അങ്ങനെ വരുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ആശയങ്ങൾ അവർ പറയുന്നൊരു വേദിയാകുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അഭിഷേക് ഉണ്ടായിരുന്നു, ഈ വർഷം അത്തരത്തിൽ ലക്ഷ്മി സംസാരിക്കുന്നുണ്ടായിരുന്നു അഗെയിൻസ്റ്റ്. അപ്പോൾ ശരിക്കും അത്രയും തുറന്നു പറച്ചിലുകൾക്ക് അത് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോഴും അതിന് സ്വീകാര്യത കിട്ടാതല്ലോ. അതിനകത്ത് അനീഷിന്റെ എൻട്രി പ്രഭാഷണത്തിനകത്ത് അനീഷ് പറയുന്നുണ്ടല്ലോ, പിന്നെ പുരുഷന്മാരുടെ അവകാശത്തിന് വേണ്ടി പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ അകത്തി അതൊക്കെ ഞാൻ അകത്തി എന്നിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടു? പക്ഷെ ആ ഇൻട്രോയില് മാത്രം ഉണ്ടായില്ല, അകത്ത് ഉണ്ടായില്ലൊന്നും. അതൊക്കെ ഓരോരുത്തരുടെ അതായത് ഈ പലപ്പോഴും ഇപ്പൊ ഓരോരുത്തരുടെ കണ്ടസ്റ്റൻസിനെ അവിടെ സെലക്ട് ചെയ്യുന്നതിന് ഓരോ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ആ കാരണങ്ങളായിട്ട് അതിന്റെ ഇന്റർവ്യൂവും ഇൻട്രോയിലും മാത്രം പറഞ്ഞ കാര്യങ്ങൾ അകത്തത് പ്രാവർത്തിയാക്കണം ഒരു നിർബന്ധമില്ല. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ അത്തരത്തിലൊരു മെയിൽ ഷോവനിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ സ്ത്രീകൾക്കെതിരെ സംസാരിക്കാൻ കുറെ ഉണ്ടെന്നുള്ള രീതിക്ക് ലാലേട്ടന്റെ പ്രസൻസിൽ അടുത്ത് നിന്ന് പറഞ്ഞൊരു കക്ഷി അകത്ത് അതിൻ്റെതായിട്ടുള്ള യാതൊരു സംസാരങ്ങളോ പ്രവർത്തികളോ ആക്ഷൻസോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇതൊരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങളോ തുടങ്ങി വെക്കുന്ന കാര്യങ്ങളാവാം. എന്നെ എന്തിനാ എടുത്തെന്നറിയാമോ? എന്തായിരുന്നു എടുത്ത ക്രൈറ്റീരിയ എന്തായിരിക്കും? എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു ആ സമയത്ത് എന്നുള്ള രീതിയിലേക്ക് കൂടുതലും നമ്മുടെ ഷോ എന്റർടൈനർ എന്നുള്ള രീതിയിലേക്ക് ആണോ? അല്ല, ഞാൻ എന്ത് എന്റർടൈനർ അല്ല, ഐ മീൻ നമുക്ക് സ്വാഭാവികമായിട്ട് പ്രാങ്കും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അല്ല. ബിഗ് ബോസ് എന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എന്റെ ഒരു സോഷ്യൽ മീഡിയ ഇമേജ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര റൂഡായിട്ടുള്ള ഒരാളും, പിന്നെ സമൂഹത്തിലെ പല വിഭാഗങ്ങളെയും കുറിച്ച് വളരെ ഇതായിട്ട് സംസാരിക്കുകയും ക്ലാരിറ്റിയോടെ സംസാരിക്കുകയും പിന്നെ വ്യക്തമായ രാഷ്ട്രീയം തുറന്നു പറയുകയും ഒക്കെ ചെയ്യുന്ന ആളും, പിന്നെ അതിനകത്ത് വന്നിട്ടുള്ള വേറൊരു വനിതാ കണ്ടസ്റ്റന്റുമായിട്ട് ഒരു വലിയ വഴക്ക് സോഷ്യൽ മീഡിയയിൽ നടത്തിയിട്ടുള്ളതും എന്നൊക്കെ വെച്ചിട്ടാണ് എന്നെ എടുക്കുന്നത്. എന്നെ അവരെടുത്ത് ഭയങ്കര ഒരു നെഗറ്റീവ് ആൻഡ് റൂഡ് ആൻഡ് റൗഡി പേഴ്സൺ എന്നുള്ള നിലയ്ക്കാണ്. അവരുടെ ക്രൈറ്റീരിയ അതായിരുന്നു. പക്ഷെ അത് വ്യക്തിപരമായി ഞാൻ അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളത് വേറെ മാറ്ററാണ്. അവര് എന്നെ എടുത്ത ക്രൈറ്റീരിയ അതൊക്കെയാണ്. അത് ദേ എക്സ്പെക്റ്റഡ് ഞാൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികളായിരിക്കും അകത്തിയിരിക്കുന്നത്. അവർക്ക് എന്നെ വ്യക്തിപരമായി അറിയില്ലായിരുന്നു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പാളിച്ച. ബിഗ് ബോസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഫസ്റ്റ് ടൈം വരുന്നു. ഇന്നൊരു 6-7 സീസണിൽ എത്തുന്ന സമയത്ത് കുറെയൊക്കെ കണ്ടും പുറത്തറിഞ്ഞും കേട്ടും കുറെ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഏതായിരുന്നു കുറെ കൂടി നല്ലത് തോന്നുന്നത്? കണ്ടറിഞ്ഞു പോണതാണോ, അതല്ലെങ്കിൽ ഒന്നും അറിയാതൊരു ബോധമില്ലാതെ പോകുന്നതന്നെയാണ് സത്യം. ഞാൻ എന്നെ കണ്ടസ്റ്റൻസ് കയറുന്നതിന് മുമ്പ് പലരും വന്ന് എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ. അത് ഞാൻ ഇപ്രാവശ്യം അകത്ത് പോയപ്പോൾ ഞാൻ അവർക്ക് ഒരു അത് ടെലികാസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു. ജസ്റ്റ് ഫോളോ ദാറ്റ് റൂൾസ് സീരിയസ്ലി. നമ്മൾ അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്താണ്. നമ്മളായിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്രാവശ്യം അനുമോളും പറയുന്നുണ്ടായിരുന്നു, നമ്മളെ കൊണ്ടുവന്ന് സെലക്ട് ചെയ്യുന്നതും കോണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളവിടെ മത്സരാർത്ഥിയായിട്ട് നിൽക്കുക, ഞാൻ തന്നെയായിട്ട് നിൽക്കാന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ബോധ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇന്ന് കോണ്ടന്റ് പോയോ, ഇന്ന് ചെയ്യണോ? ഞാൻ ഇടയ്ക്ക് ചെയ്യുമായിരുന്നു അത്. കാരണം ഞാൻ കുറേ വർഷമായിട്ട് ടെലിവിഷനിൽ ഞാൻ വളരെ ഗൗരവമായിട്ടും സയന്റിഫിക്കലി ടെലിവിഷൻ പ്രൊഡക്ഷനെ നോക്കിക്കാണുന്നൊരു മനുഷ്യൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ഷോ എങ്ങനെയായിരിക്കും റണ്ണാകുന്നത്, എങ്ങനെ വർക്കൗട്ട് ആവും, ഇന്ന് എന്ത് കണ്ടന്റ് ആയിരിക്കും പുറത്തു പോകുന്നത്, ഇന്ന് ഇവിടെ എന്തൊക്കെ. കാരണം അവിടെ വേറെ ജോലിയൊന്നുമില്ല, ചിന്തകൾ എഡിറ്റിലേക്കാണ് ചിന്ത പോകുന്നത്. കാര്യം കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇന്ന് എന്തൊക്കെ സാധനം, ഇപ്പൊ ഞാനൊരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്ത് സാധനങ്ങൾ വിടാൻ പറ്റും എന്നൊക്കെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു. അതെന്റെ എന്റർടൈൻമെന്റ് ആണ്. എനിക്ക് അതിന്റെ ടെക്നിക്കൽ സൈഡ് കൂടെ അറിയാവുന്നതും. പക്ഷെ ഒരു കണ്ടസ്റ്റന്റ്
പോയിട്ട് എനിക്ക് തരുന്ന പൈസക്ക് ഞാൻ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്രാവശ്യം അകത്ത് ഇപ്പൊ ഞാൻ അനുവിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അനു എൻ്റെ അടുത്ത് കയറുന്നതിന് മുമ്പ് ബിഗ് ബോസ് പറഞ്ഞ നീ ഒരുപാട് പൈസക്ക് ജോലി ചെയ്യുന്ന ആ എമൗണ്ട് ഒരു തരത്തില്ല, നിനക്ക് തന്നിട്ടുള്ള പൈസയുടെ വർക്ക് കൊടുത്താൽ മതി എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ ഈ അഭിനയത്തിന് പൈസക്ക് അഭിനയിച്ചാൽ മതി പൈസ കൂടുതൽ അഭിനയിക്കുന്നത്. അനുമോളോട് പറഞ്ഞു ഓപ്പളായിട്ട് എന്ത് പറഞ്ഞു? ഇല്ല, ഐ നോ ഹർ, പക്ഷെ ക്ലോസ് ഒന്നുമല്ല. ഞാൻ ഷോയ്ക്കകത്ത് പോയി കണ്ടിട്ടുണ്ട്, മീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഞങ്ങൾ അങ്ങനെ ഫോണിൽ സംസാരിക്കുകയോ അടുത്ത സുഹൃത്തുക്കളോ ഫ്രണ്ട്സ് പോലും അല്ലേ. പക്ഷെ അകത്തിരുന്നിട്ട് സാബു ചേട്ടനാണ് അതിന് ആദ്യം ഐഡന്റിഫൈ ചെയ്ത് അനുമോളായിരുന്നു. അവിടെ വന്ന ആര്യൻ അക്ബർ അവർ കൊണ്ടുപോയി ഒളിപ്പിച്ചല്ലോ. ഒളിപ്പിച്ചു കഴിഞ്ഞിട്ട് അനുമോള് പുറത്തുനിന്ന് പറയുന്നുണ്ട്, സൗണ്ട് കേട്ടിട്ട് സാബുണ്ണന്റെ സൗണ്ട് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തമിഴ് പറയുന്നുണ്ട്. തമിഴ് പറഞ്ഞിട്ടും അനുമോള് പിടിച്ചു, ബാക്കി ആർക്കും ക്യാച്ച് ചെയ്തില്ല. പറഞ്ഞു സാബുണ്ണ മുമ്പ് പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. വേറൊരു ചാനലിന്റെ ഷോയില് അനുവിനെ പ്രാങ്ക് ചെയ്ത് അനു ഭയങ്കര കരച്ചിലെന്ന കളിയൊക്കെ ഉണ്ട്. അനുവിന്റെ കരച്ചിൽ തന്നെ അനുവിന്റെ സ്ഥിരം സാധനമാണ്, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കരയും. അതെ, അതില് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കിട്ടിയ സീക്രട്ട് ടാസ്ക് ആണ് ഇത്. സാബുചേട്ടൻ അറിയുന്നുണ്ടോ ആ സമയത്ത് ആര്യനാണ് ഇത് കൊടുത്തിട്ടുള്ളത് സീക്രട്ട് ടാസ്ക്? ഉണ്ട്. അപ്പൊ ഈ സംഭവം പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആളുകൾ ആരെ കൊണ്ടുപോകുന്നതിന് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ശരിക്കും ഇങ്ങനെ വന്ന പ്ലാൻ ഡ്രസ്സ് മാറ്റുന്നു, ശരിക്കും അവിടെ ഞാൻ ഇടപെടാൻ പാടില്ല. ഇല്ല, അതിലെന്താ ഞാൻ ഇടപെടണം? ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു കോപ്പറേറ്റ് ചെയ്യണേ കോപ്പറേറ്റ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റ് ചെയ്യാതിരിക്കാം. ഞാൻ ആലോചിച്ചപ്പോ അവര് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമല്ലേ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ അവിടെ വരുമ്പോഴത്തേക്ക് ഈ ജാക്കറ്റ് ഇടൂ എന്നെ അടുത്ത് പറയുമ്പോ എനിക്ക് പറയില്ല, പറ്റില്ല. അല്ല, ഇത് സാബുചേട്ടൻ ഈസി ആയിട്ട് ഇത് പൊളിക്കാനും പറ്റും. സാബുചേട്ടൻ കുറച്ചുകൂടി ഇവർക്ക് ഇത് ഡിഫിക്കൽട്ട് ആക്കാൻ പറ്റും. സാബുചേട്ടൻ പക്ഷെ എനിക്ക് തോന്നുന്നു അവരോട് സഹകരിക്കുകയാണ് ചെയ്തത്. അല്ല, അതല്ല അതിന്റെ ഒരു രസം. കാരണം നമ്മളിപ്പോ ഒരു സാധനം ഏൽപ്പിക്കുന്നു, ഇങ്ങനെ ഒരു ടാസ്ക്. കാരണം ഞാൻ അതിനകത്ത് ഇതുപോലെ പ്രാങ്ക് ഒക്കെ ചെയ്തില്ല. അപ്പൊ എന്റെ അടുത്ത് എല്ലാരും കോപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. സോ എനിക്ക് അതിന്റെ ഒരു രസം എന്താണെന്നോ അതിന്റെ ഒരു റിസ്ക് എന്താണെന്നോ എനിക്കറിയാം. അപ്പൊ ഞാന് പിന്നെ ആ ബിരിയാണിയുടെ ബക്കറ്റുമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇവർ കയറി വന്ന ഉടനെ അപ്പൊ ഞാൻ കംപ്ലീറ്റ് മൂടി പുതച്ചാ നിൽക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ അവിടുത്തെ മറ്റേ പിന്നെ പ്രൊഡക്ഷനിലെ ബോയ് ആണ് എന്നുള്ള രീതിയിലാണ് ഇവര് എന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. അവരോടും പറഞ്ഞുള്ളത് ഫുഡും ഒരു മനുഷ്യനും ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കയറി വന്ന ഉടനെ എൻ്റെ അടുത്ത് ഈ ഡ്രസ്സ് മാറ്റാൻ പറ്റുമോ, ഇതിട് എന്ന് പറഞ്ഞോണ്ട് എനിക്ക് വേണമെങ്കിൽ പറയാം ഒറ്റ പറച്ചില് നോ എന്ന് പറഞ്ഞു ചത്ത്. മനസ്സിലായി? അപ്പം അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വന്നു, നമ്മൾ അതിനെ ഇതാക്കേണ്ട കാര്യമില്ല. എന്നിട്ട് എന്നെ കൊണ്ട് നിർത്തി ഭയങ്കര സ്പേസ് കുറഞ്ഞ് ഞാൻ ഇങ്ങനെ കുത്തി കയറി നിൽക്കണം. എനിക്കാണെങ്കിൽ എനിക്ക് കാല് ഇങ്ങനെ വെക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ ഞാൻ കാല് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഞാനും അത് ചോദിക്കാം. നമുക്ക് കാണുന്ന സ്ക്രീൻ ടൈമില് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് സമയം കൊണ്ട് ഇവര് കണ്ടെത്തുന്നുള്ള. പക്ഷെ സാവിച്ചിട്ട് എത്ര മണിക്കൂർ അവിടെ നിന്നു. അപ്പൊ ഞാൻ കയറുന്നതിന് മുമ്പ് ഞാൻ ക്രൂവിന്റെ അടുത്ത് പറഞ്ഞു, ഒരു ടാസ്കിന്റെ പാർട്ടായിട്ട് അതിന്റെ അടുക്കളയിലെ സ്റ്റൗവിന്റെ താഴെ ഒളിച്ചിരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവന്മാരെല്ലാം കൂടെ എന്നെ നേരെ അതിന്റെ അടിയിൽ വല്ലതും കൊണ്ട് ഇരുത്തിയാൽ ഞാൻ ചത്തുപോകും ചൂടെടുത്ത്. അപ്പം അതുകൊണ്ട് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഇടവേളയിൽ എന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഓക്കെ, അത് കൊള്ളാം, അത് നല്ല ഐഡിയ ആണ്. അപ്പൊ അവർക്ക് വീണ്ടും ഒരു പണിയാവുകയും ചെയ്യും. അവിടെ ഞാൻ പറഞ്ഞു 4 ടൈംസ് മാറ്റണം. 4th ടൈം എനിക്ക് ഫുൾ കോർട്ട്യാർഡ് ഫ്രീ ആക്കി തരാൻ ഞാൻ പറയും. എന്നിട്ട് അപ്പൊ ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്ത് അകത്തിരുത്തണം. എന്നിട്ട് ഞാൻ മാസ്ക് ഒക്കെ മാറ്റിയിട്ട് അവിടെ മുറ്റത്ത് ഉലാത്തും. ഒന്നും അറിയാത്ത പോലെ ഉലാത്തും. അപ്പോഴാണ് ഇവരും വെളി വരുമ്പോ എന്നെ കാണേണ്ടത്. ഇതായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ രണ്ടാമത്തെ പോയിന്റില് അടവടലം പിടിച്ചു. പക്ഷെ ഞാൻ മാക്സിമം കോപ്പറേറ്റ് ചെയ്തു. പുറത്ത് വരാതെ നോക്കി. പക്ഷെ അനുമോൾ അവിടെ തന്നെ പുറത്തോട്ട് ഇരിക്കും ചെയ്തു. കൊണ്ട് കയറിയപ്പോഴും കണ്ടു. പക്ഷെ അത് അവര് ശ്രദ്ധിക്കണം. പിന്നെ അപ്പൊ തന്നെ ആര്യൻ ഡ്രസ്സ് മാറും ചെയ്തു. ഈ ആര്യന്റെ ഡ്രസ്സ് തന്നെ. പക്ഷെ ആര്യൻ വേറെ ഡ്രസ്സിൽ പോകുന്നത് ഇവിടെ സംസാരം ആവും ചെയ്തു. പക്ഷെ ഇത് വേറെ പ്രശ്നം ഉണ്ട്. അവിടെ സാബുചേന്റെ ഹൈറ്റിൽ മാനേജ് ചെയ്യണമെങ്കിൽ ഒന്നിലെ അക്ബർ അല്ലെങ്കിൽ ആര്യൻ പിന്നെയും പറ്റുള്ളൂ. ബാക്കി ആർക്കും ഷാനവാസ് ഷാനവാസ് ഉണ്ടായിരുന്നു. അതെ.
ഷാനവാസ് എന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. കൊണ്ടുപോവാണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഓക്കെ ആയിരുന്നു, അക്ബർ എന്ന് വിചാരിക്കും. പക്ഷെ സീക്രട്ട് ടാസ്ക് അത് പൊളിയുന്നത് ഷാനവാസിലൂടെ തന്നെയായിരുന്നു എന്നുള്ളത്. ഇത് അറിയുന്നുണ്ടോ ശരിക്കും? ഇങ്ങനെ ടാസ്ക് കൊടുത്തു, നന്നായി ചെയ്യാൻ പറ്റും, എന്ത് തോന്നി? നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഡീൽ ചെയ്യായിരുന്നു, ഭയങ്കര രസമായിട്ട് മണിക്കൂറുകളോളം ഇത് കൊണ്ടുപോയായിരുന്നു. പറഞ്ഞോ അത് എന്തിനാണ്? ഞാൻ പറഞ്ഞു അത് കോപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ടാസ്ക് ബിഗ് ബോസ് തരുമ്പോ നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്നാണ്. ഞാൻ എന്റെ സീസണത് ദിയാസന എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ പറ്റിക്കുന്ന ഒരു പ്രാങ്ക്. കുറെ പേര് കൂടെ നിന്നു, കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നുകൊണ്ട് അവരത് പൊളിച്ചില്ല, അവർ മാറി നിന്നു. മനസ്സിലായി എന്താണെന്നുള്ള എനിക്ക് പൊളിക്കാൻ നിന്നില്ല, അവർക്ക് വ്യക്തതയില്ല, അവർക്ക് ട്രസ്റ്റ് ഇല്ല. കാരണം ചെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ചയിലാണ് സംഭവിക്കുന്നത്. അപ്പൊ അവര് മാറി അവിടെ ഇരുന്നു നോയിക്കൊണ്ടിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം പെർഫോം ചെയ്ത്, കുറെ പേര് പങ്കെടുത്തില്ല പക്ഷെ മാറിയിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞ അവരത് പൊളിക്കാൻ നിന്നില്ല. പക്ഷെ ഇത് ഷെയർ ചെയ്തു, ആദിലോട് നൂറോടൊക്കെ ഷെയർ ചെയ്തു എന്നുള്ള സംഭവമാണ്. ഈ നമ്മള് വർക്ക് ചെയ്ത സ്ഥാപനത്തില് നമ്മുടെ മുമ്പ് വർക്ക് ചെയ്തവരുണ്ടെങ്കിൽ അവര് എപ്പോഴും എത്തുകയാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എത്തുകയാണെന്നുണ്ടെങ്കിലും, നമ്മൾ ആരായുന്ന കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇവിടെ ചെയ്യണം എന്നുള്ള ചോദ്യങ്ങൾ വരും. സ്വാഭാവികമായിട്ട് അതിന്റെ അകത്ത് പോയപ്പോഴും ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സംശയം ആർക്കായിരുന്നു അവിടെ? സൗജന്യോട് ടിപ്സ് ചോദിച്ചിരുന്നത് ആരായിരുന്നു? ടിപ്സ് ഒന്നും അങ്ങനെ ചോദിക്കും, അനുമോളുടെ ചോദിക്കും അതെങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. കാരണം എന്നെ ഒരു പരിചയമുള്ളത്, എനിക്കതിനകത്ത് പിന്നെ പരിചയം എന്ന് പറയുന്നത് ആര്യനെയാണ്. അപ്പൊ ആര്യം പോകുന്നതിന് മുമ്പ് എന്നെ കണ്ടിരുന്നു, ആര്യന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിനകത്ത്. പിന്നെ അപ്പാനി എന്നെ വന്ന് കണ്ടിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യം അവൻ അതിനകത്ത് ഫോളോ ചെയ്തില്ല. ഇവര് വന്ന് പിന്നെ കുറെ പ്രാവശ്യം ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ പുറത്തുള്ള ഒരു കാര്യം പറയത്തില്ല എന്ന്. ഏറ്റവും ടെൻഷൻ അടിച്ചത് അനീഷാണ്. അപ്പൊ ഞാൻ വെറുതെ ബ്ലഫ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിവിടെ 2 ആഴ്ച കാണും, അതിന് തുടക്കം തന്നെ സാവുചേട്ടൻ മറ്റേത് കൊടുത്തുല്ലോ, അനീഷേട്ടൻ സ്ഥിരം അടിക്കുന്ന നമ്പർ എനിക്കറിയില്ല പരിചയമില്ല എന്ന് പറയുന്നത് നേരെ അങ്ങോട്ട് കൊടുത്തുല്ലോ. എനിക്ക് പരിചയം ഉണ്ടാവാൻ ചാൻസ് അല്ല. അല്ല അത് അനീഷ് ഒരു കാര്യമില്ലാതെ വെറുതെ ഇൻസൾട്ട് ചെയ്ത അനുമോളെ. അനുമോളെ നല്ലത് ആരെയും നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോ നമ്മളൊരു കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് അതേ നാണയത്തിൽ കൊടുത്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഞാനല്ലാതായി പോയാലും. അതെ, ഇത് സാവുചേട്ടൻ അങ്ങോട്ട് എൻട്രി കിട്ടുമ്പോ തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതേ എക്സ്പെക്ടേഷനിൽ തന്നെയാണ് അതിന്റെ ക്രൂവും വിടുന്നത്. ശരിക്കും നിർദ്ദേശം ഉണ്ടായിരുന്നോ ഇവരെ എയറിൽ കയറ്റണം അല്ലെങ്കിൽ ഇവര് ഭയങ്കരമായിട്ട് ചെയ്യണം? ഇല്ല, അങ്ങനെയല്ല. അവരെന്നോട് പറഞ്ഞത് ഇവർ ടാസ്ക് ചെയ്യുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറെ ജനറൽ സാധനങ്ങൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എന്റെ അടുത്ത് റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്റെ റോസ്റ്റിംഗ് ഭയങ്കര റൂഡാണ്. അത് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. കാരണം അത് അവരുടെ ഗെയിമാണ്. അവരെ അതിനകത്ത് നിന്ന് കാരണം ഞാൻ ചലഞ്ചറായിട്ടല്ല അകത്ത് പോകുന്നത്. കാരണം ഞാൻ എന്തിനു ചലഞ്ചറായിട്ട് അകത്ത് പോകണം? കാരണം ഞാൻ ഓൾറെഡി ഈ ഷോ വിൻ ചെയ്തൊരാളാണ്. പിന്നെ ഒരു സീസണിൽ ചെന്ന് ഞാൻ വീണ്ടും എന്തിനു മത്സരിക്കണം? അതിലൊരു ഔചിത്യ കുറവുണ്ട്, മനസ്സിലായോ? അത് മര്യാദയല്ല. അപ്പൊ എന്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോഴും ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് എന്ന് ചോദിച്ചു, ഇത് നിങ്ങള് കണ്ടന്റ് താ, ഐ വിൽ പ്രസന്റ് ഇറ്റ്. അല്ല പിന്നൊന്ന് ഞാനങ്ങനെ കംപ്ലീറ്റ് കണ്ടിരുന്ന ആളല്ല. സോ എനിക്ക് അങ്ങനെ എടുത്തു വെച്ചിട്ട് അടിയ, പിന്നെ അരികമൂലം കണ്ടിട്ട് എടുത്തു വെച്ച് അടിച്ചാല് അത് ജസ്റ്റിസ് അല്ല, അത് ഭയങ്കര ഇൻജസ്റ്റിസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ട്രെൻഡൊക്കെ ആയിരിക്കും എന്നെ എഫക്ട് ചെയ്യുന്നത്, എന്റെ ഡയലോഗ് ഡെലിവറിക്കകത്ത്. സോ എനിക്കത് ചെയ്യണ്ട. അതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റായിട്ട് ചില ഹിന്റുകൾ കൊടുത്തുപോയി. അത് അവരുടെ ഗെയിം നന്നാക്കാൻ വേണ്ടിയുള്ള ഹിന്റുകൾ കൊടുത്തു. അവർക്ക് അതിൽ നിന്ന് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് പ്രോസസ് ചെയ്ത് മാറാമെന്നുണ്ടെങ്കിൽ മാറാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തു. ഐ ഡോണ്ട് വാണ്ട് ടു റോസ്റ്റ്. എനിക്ക് തോന്നുന്നു അങ്ങനെ കൊടുത്തുള്ള മെയിൻലി കൊടുത്ത ഉപദേശം ആര്യനോടായിരുന്നു. ഈ കളിക്കുന്നതും ഗെയിമും എല്ലാരും കൊടുത്തു. അനുവിനെ പറഞ്ഞു, പിന്നെ ലക്ഷ്മിയോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു കൊടുത്തു. ഈ ഇപ്രാവശ്യത്തെ സീസണിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഏഴിന്റെ പണിയാണ്. ഈ പണിപ്പൂർ തന്നെയായിരുന്നു. ഇത്രയും നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുകൾ സംഭവങ്ങൾ വരുന്നുണ്ട്. ശരിക്കും ഇത് കംപ്ലീറ്റ് ആവാത്തുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ഈ ഗെയിം ഇവർ അറിഞ്ഞു കളിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതെ തീർച്ചയായും. പിന്നെ അത് ഞാനത് ഇരുന്ന് പറഞ്ഞു കൊടുത്തു. അത് ഞാനൊരു മോർണിംഗ് ടാസ്ക് എന്തോ എനിക്ക് തന്നപ്പോഴാണെന്ന് തോന്നുന്നു. ഞാൻ ഇരുന്ന് എന്താണ് ഈ ടാസ്ക് തരുന്നതിന്റെ ഉദ്ദേശം,
നിങ്ങൾക്ക് എങ്ങനെ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഉം. എന്നുള്ളതും ഒക്കെ ഇരുന്ന് പറഞ്ഞു കൊടുത്തു. എനിക്ക് അതിന്റെ ഒരു ക്ലിപ്പ് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടായിരുന്നു. ഓക്കെ. അതിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ. അത് വേണമെന്നുള്ളവർക്ക് എടുത്തു വെച്ച് കാണാം. ഈ അനുമോളുടെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടില്ലെന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ അടുത്തൊരു സംഭവമായിരുന്നു PR കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സംഭവം, 16 ലക്ഷത്തിന് എന്നുള്ള സംഭവം. ഈ പലപ്പോഴും ഈ PR കൊടുക്കുന്നുണ്ട്, വിന്നർ വരെ അയക്കണു എന്നുള്ള സംഭവങ്ങൾ എല്ലാ കാലവും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് കണ്ടസ്റ്റന്റ് ആ ഹൗസിനകത്ത് വെച്ചിട്ട് ഇത് തുറന്നു പറയുന്ന പക്ഷെ അങ്ങനെ സംഭവം. പറഞ്ഞോ? പറഞ്ഞു പറഞ്ഞു. ആണോ? ആ. പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ഇത് ആദ്യം ബാക്കിയുള്ള സാമത്സാർത്ഥികളോട് പറഞ്ഞതാണ്. പേടിപ്പിക്കുന്നത് പക്ഷെ ആദ്യം അത് ഷെയർ ചെയ്തിട്ടുള്ള 1-2 പേരോടായിരുന്നു അത്. പക്ഷെ അത് അവരെന്ത് ചെയ്തു, ഒരു ടാസ്കിന്റെ സമയത്ത് ഇത് ഓപ്പൺ ആയിട്ട് പറയും ചെയ്തു. അപ്പോ അതൊരു സംസാര വിഷയമായി. അനീഷ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ PR എന്താണെന്ന് കേട്ടിട്ട് പോലുമില്ല. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു 5 വർഷമായിട്ട് നീ ബിഗ് ബോസിന് പ്രിപ്പറേഷൻ നടത്തിയിട്ട് PR എന്താന്നുള്ളത് അറിയില്ലേ ചോദിക്കുന്നത്. അപ്പൊ ശരിക്കും ചോദ്യം എന്താണ്, ഒരു PR കൊണ്ട് ഒരു വിന്നറെ കണ്ടെത്താൻ പറ്റുമോ അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. ട്രെൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം പിന്നെ താങ്കൾക്കും അറിയാമായിരിക്കും, നമുക്കൊരു സോഷ്യൽ മീഡിയ ഒരു ആൽഗോരിതം സെറ്റ് ചെയ്ത് കൊടുക്കാം. മെജോറിറ്റി ആളുകളെ അതിലോട്ട് മാറ്റാന്നുള്ളത്, മാനിപ്പുലേറ്റ് ചെയ്യാം. അത് കമന്റ്സ് വഴി പിന്നെ ഡിസ്കഷൻസ് വഴിയൊക്കെ. അതിനിപ്പം വളരെ കുറച്ച് പേര് കുത്തിയിരുന്നാൽ മതി. ഒരു 100 ഫേക്ക് ID ആയിട്ട് 10 പേര് ഇരുന്ന് കഴിഞ്ഞാൽ നടക്കും. പക്ഷേ ഈ മാനിപ്പുലേഷൻ നടക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള കോണ്ടന്റ് അകത്ത് വേണം. അതാണ്, കണ്ടന്റ് കൊടുക്കാത്ത ഒരാൾക്ക് എന്ത് മാനിപ്പുലേഷൻ നടത്തിയിട്ട് എന്ത് കാര്യം? ഇത് ശൂന്യതയൊന്നും പറ്റില്ല, ഒന്നും നടക്കില്ല. സോ അൾട്ടിമേറ്റ്ലി ഇപ്പൊ അകത്ത് നിൽക്കുന്നവരെല്ലാം കണ്ടന്റ് കൊടുക്കുന്നത് കൊണ്ടാണ് അവരകത്ത് നിൽക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ ഇതിന്റെ സപ്പോർട്ടൂടെ കാണുമായിരിക്കും. അൾട്ടിമേറ്റ്ലി അതിനകത്ത് കണ്ടന്റ് കൊടുക്കാൻ കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മാനസിക എന്താ പറയുന്ന ശക്തി ഉപയോഗിച്ച് അതിനകത്ത് സർവൈവ് ചെയ്യണം നിന്ന്. പിന്നെ ചിലരുണ്ട് ഈ ഭാഗ്യം കൊണ്ട് ആരെ കണ്ണിപ്പെടാതെ അപ്പുറത്തെത്തും. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അത് ഒരുവിധപ്പെട്ട എല്ലാ സീസണുകളിലും സംഭവിക്കാറുണ്ട്. നമുക്ക് ചാൻസ് കിട്ടത്തില്ല ഇതിന് അടിക്കാൻ, മനസ്സിലായോ? വഴുതി പോകും. അത് ക്വൈറ്റ് നാച്ചുറൽ. നമ്മളെ പാറ്റേൺ നോക്കിയാണ്. ശരിക്കും ഈ സീസണിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ വഴുതി പോയിട്ട് എത്തുന്നത് സാമാനാണ്. പിന്നെ വളരെ എവിഡന്റ്ലി നമുക്ക് കാണാം. എനിക്കൊന്ന് വൈൽഡ് കാർഡ് വന്ന 5 പേരില് ഒരു പക്ഷെ ആദ്യം പോയേക്കാം സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ കക്ഷി സ്റ്റിൽ അവിടെ നിൽക്കുകയാണ്. ബാക്കി 4 പേരും പുറത്തു പോയി. അത് എല്ലാ സീസൺ എടുത്താലും അതേപോലത്തെ ആളുകളുണ്ട്. എല്ലാ സീസണും സംഭവിക്കുന്നുണ്ടെന്നാണ്. ഇതുകൊണ്ട് ശരിക്കും ഈ PR കൊണ്ട് ഈ കോണ്ടന്റ് ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മാസ് പരിവേഷം കൊടുക്കുക, അതിനപ്പുറത്തേക്ക് വോട്ടിങ്ങില് സ്വാധീനിക്കാൻ പറ്റും. ഓൺലൈൻ വോട്ടിങ്ങിനെയൊക്കെ സ്വാധീനിക്കും. ഈ ഓൺലൈനിലിരുന്ന് കാണുന്ന മനുഷ്യര് എല്ലാം ഞാൻ ചോദിക്കുന്നത് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ ബോട്ട് പരിപാടികളൊക്കെ നടക്കുമോ? അത് ബോട്ടിന്റെ സാധനം എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ഞാൻ വേറൊരു ഇന്റർവ്യൂല് ഇത് പറഞ്ഞു. അപ്പം പിന്നെ കാര്യം ഹോട്ട്സ്റ്റാർ പോലുള്ള ഒരു ആപ്പിനകത്തേക്ക് പിന്നെ കാരണം അത് പെയ്ഡ് ആപ്പാണ്. അത് ഇന്റർനാഷണൽ സാധനമാണ്. അവരുടെ അത്രയും കണ്ടന്റ് ഉള്ളതിനകത്തേക്ക് എങ്ങനെ ഇത് നമുക്കൊരു പിന്നെ കടന്നു ചെല്ലാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. $1 ബില്യൺ പ്രോഡക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഈ അത്രയും ഇതാണ് സെക്യൂർ എന്ന് പറഞ്ഞിടത്ത് OTT പ്ലാറ്റ്ഫോമിന് സിനിമകൾ വരെ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അതിനകത്ത് കയറിയല്ലോ എടുക്കുന്നത്. പക്ഷെ അതിന് മുമ്പാണെങ്കിൽ പോലും നമുക്ക് സിനിമകൾ എങ്ങനെയാണ് സിനിമ ടെലിഗ്രാമിൽ വരുന്നത്? സിനിമകൾ ടെലിഗ്രാമിൽ വരുന്നുണ്ട്, നമുക്ക് പ്ലാറ്റ്ഫോമിന് മുമ്പേ വരുന്നുണ്ടല്ലോ. ഹാക്ക് ചെയ്തിട്ട് അല്ല, ബോട്ടിന്റെ അല്ല പറഞ്ഞത്, ഞാൻ ചോദിക്കുന്ന പോസിബിലിറ്റീസ്. പോസിബിലിറ്റി ഭയങ്കര സിമ്പിൾ അല്ലേ? അത് പിന്നെ റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമല്ലേ? അതായത് പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ വരില്ല. മുമ്പ് വരുന്നതൊക്കെ തിയേറ്റർ പ്രിന്റ് ആണ്. തിയേറ്റർ പ്രിന്റ് അല്ലാതെ OG വേർഷനും വരുന്നുണ്ടല്ലോ. അതൊക്കെ പിന്നെ സ്റ്റുഡിയോ പോണായിരിക്കും. അല്ലാതെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് പിന്നെ എന്തിനാണ് നീ കോടാനോട് മുടക്കിയിട്ട് ഇച്ഛാതി ഫയർവാളും സാധനമൊക്കെ വെച്ചിട്ട് അപ്പൊ അവിടെ ഇരിക്കുന്നവരെല്ലാം പൊട്ടന്മാരെ. ശരിക്കും ഈ വോട്ടിങ് കുറെ കൂടി സ്വീകാര്യത ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് തോന്നുന്നത്? വോട്ടിങ് കൂടുതൽ ചെയ്ത് വോട്ട് അലമ്പണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ മറ്റേ ടെക്സ്റ്റ് മെസ്സേജ്, വാട്സപ്പ് വോട്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ട് കൊടുക്കണം. ചക്ക കുഴയുന്ന പോലെ കുഴയും, മിക്സ് ചെയ്തിട്ടുള്ള സംഭവം മിക്സ് ചെയ്ത് കൊടുക്കണം. മിസ് കോള് അത് ഇത് അങ്ങനത്തെ എല്ലാം. മിസ് കോൾസ് സംഭവം ഇല്ലോ, പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ലേ? മുമ്പ് മിസ് കോൾ ആയിരുന്നു അല്ലെ? ബോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ബോട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ ബോട്ട് നിരന്തരം ഇരുന്ന് വിളിക്കും. നമ്മളൊരു കളി നോക്കും പറയും അവൻ കള്ളക്കളിയായിരുന്നു.
റഫറി അവന്റെ കൂടെ ആയിരുന്നു. ഭയങ്കര ഇൻജസ്റ്റിസ് ആയിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ആക്ച്വലി വിജയണ്ണൻ ജയിക്കേണ്ട, വിജയണ്ണൻ എന്നാ പെർഫോമൻസ് ആയിരുന്നു അറിയാമോ എന്ന് പറയുന്നൊരു, അത് നമ്മളുടെ ഒരു പൊതുബോധം അങ്ങനെയാണ്. നമ്മൾ തോറ്റിട്ടില്ല, യഥാർത്ഥത്തിൽ ജയിച്ച്, അത് അങ്ങനെ പോട്ടെ. ശരിക്കും അങ്ങനെ തന്നെയാണ്. ശരിക്കും അൺഫെയർ എവിക്ഷൻ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ആണ് പിന്നെ തോറ്റു പോണവര് നമ്മളത് പറയൂല്ലോ. പക്ഷെ ഇപ്പൊ നേരത്തെ സബിചേട്ടന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ സാബുമേന അകത്തുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞു വഴുതി പോകുന്ന ആളാണ്, മറ്റൊരു പോകുന്നുണ്ടെന്ന് പറയുമ്പോ അതൊരു അൺഫെയർ എവിക്ഷൻ ആയില്ലോ. അല്ല ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അങ്ങനെ അകത്ത് നിൽക്കുമ്പോ ബാക്കിയുള്ളവർ പുറത്തു പോകുമ്പോ ശരിക്കും അൺഫെയർ എവിക്ഷൻ. അതിന് നമ്മൾ ആരാണ് അൺഫെയർ എന്ന് പറയാം? കാര്യം ഇതിന്റെ ഏറ്റവും ബേസിക് അടിസ്ഥാനം വോട്ടിംഗ് ആണ്. ഇതിന് വോട്ട് ചെയ്യാൻ കിട്ടണ്ടേ? പക്ഷെ പിന്നെ വേറൊരു പാറ്റേൺ ഉണ്ട്. ഈ ശക്തരായ ആളുകൾ അവിടെ നിർത്തിയിട്ട്, അല്ലെ, ഈ വീക്കായിട്ടുള്ള ആളുകൾ നിർത്തിയിട്ട് ഇവരെപ്പോ വേണമെങ്കിലും പോവാം, പക്ഷെ നമുക്ക് ഇല്ലാത്ത സ്ട്രോങ് കണ്ടസ്റ്റൻസിനെ പുറത്തുവിടാൻ കളയാന്ന് പറയുന്ന അങ്ങനത്തെ ഒക്കെ പാറ്റേൺ സെറ്റ് ചെയ്യാനുണ്ട്. ശരിക്കും അതിൽ പെട്ട ഒരാളാന്നാണോ തോന്നുന്നത്? ശരിക്കും എനിക്ക് എന്ത് തോന്നുന്നു, ആര് ഇപ്പൊ സാമുവിന്റെ കേസിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? പക്ഷെ സാമുവിന്റെ ഒരു ഇത് ടാസ്ക് എല്ലാം കിടിലോട്ട്. ശരിക്കും ആളുകൾക്ക് ഒരു വിദ്യാധാരണ ഉണ്ടോ? ബിഗ് ബോസ് ആവണ സമയത്ത് കുറച്ച് വഴക്കിടണം, ഒച്ചത്തിൽ സംസാരിക്കണം, അങ്ങനെ. അപ്പൊ ശരിക്കും ഇതൊരു റിയാലിറ്റി ഷോ ആണ്. എന്താ പറയുക, അത്രയും അല്ലെ റിയലിസ്റ്റിക് ആണ് നിൽക്കേണ്ടതെങ്കിൽ സാമുവിന്റെ പോലുള്ള ആളുകളും അവിടെ വേണമെന്ന് വേണ്ട. സാമാനെ പോലുള്ളവർ അവിടെയല്ല വേണ്ടത്, സാമാനെ പോലുള്ളവർ എല്ലാ സൊസൈറ്റിയിലും വേണം. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എത്ര സാവമാരെ കാണാൻ പറ്റും? ഒരുപാട് മനുഷ്യരില്ലേ ഈ വെറുതെ കിടന്ന് വഴക്കൂടുന്നതിന്റെ ഇടയിൽ ചെന്ന് അവര് മാറി അവരുടെ കാര്യം നോക്കി പോകുന്നുള്ളതല്ല. ഒരു മൊമെന്റ് എത്തുമ്പം ഇടപെടണം എന്ന് തോന്നിയാൽ ഇടപെടും. അല്ലാത്തടത്തോളം അവരാലോചിക്കും ഞാൻ എന്തിന് ഈ പിന്നെ പിക് ഫൈറ്റിൽ ഇടപെടണം? പക്ഷെ എനിക്ക് എന്റെ ജോലിയുണ്ട്, അത് ടാസ്ക് ആണ്. അത് വന്ന് അത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യും, ഞാൻ ചെയ്യും, എന്റെ ജോലി ഞാൻ ചെയ്യും എന്നും പറഞ്ഞ് എല്ലാത്തിലും കിടന്ന് മെഴുകി. അങ്ങനെ എല്ലാത്തരം മനുഷ്യർ ഈ സമൂഹത്തിൽ ഉണ്ട്. നമ്മുടെ സൊസൈറ്റി എപ്പോഴും ബഹളം ഉണ്ടാക്കുന്ന സൊസൈറ്റിയാണോ? നമുക്ക് സമാധാനമായിട്ടിരിക്കേണ്ട മനുഷ്യർ. ഇതൊരു ധാരണയാണ്. ആക്റ്റീവായിട്ട് നിൽക്കുന്നവര്, ബി മെറ്റീരിയൽ എന്ന് പറയുന്നവര്, ഇത്തരത്തിൽ ഒച്ചത്തിൽ സംസാരിക്കുന്നവരും വഴക്കിൽ നിൽക്കുന്നവരും എന്നുള്ളൊരു ധാരണയാണ് ഇങ്ങനെ കൊണ്ടുവന്നെന്നുള്ളതാണ് ഈ അതെ. അങ്ങനെ അല്ലല്ലോ. ശരിക്കും സാമൻ തന്നെ ക്യാപ്റ്റനായ സമയത്ത് പറയുന്നുണ്ട്, ഇതില് ഫിസിക്കലി എനിക്ക് സമ്മതിക്കുന്നുണ്ട്, ഞാൻ ചവിട്ടി പുറത്തു വെക്കുന്നത് എന്നോട് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ക്യാപ്റ്റനായിരുന്നു, ഞാൻ ക്യാപ്റ്റനായപ്പം ഞാൻ പറഞ്ഞു അൾട്ടിമേറ്റ് ഡെമോക്രസി, കൺട്രോൾ ഡെമോക്രസി അല്ല, അൾട്ടിമേറ്റ് ഡെമോക്രസി. നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പ് ഏതിൽ പോകണം? ഇന്നതിൽ പോകണം. ഓക്കെ യു ചൂസ്. നിങ്ങൾ നിങ്ങളുടെ ടീം, നിങ്ങളുടെ സാധനം. ഞാൻ ആകെ മോണിറ്റർ ചെയ്യാൻ പോണത് ഒരു എന്താ പറയുക വെൽ നീഡ് സൊസൈറ്റി, അതാണ് എന്റെ ഡ്രീം എന്ന് പറഞ്ഞിട്ട് വളരെ ഡീസെന്റ് ആയിട്ട് പോയി. ഈ നമ്മുടെ സീസണിലുണ്ടെന്ന് ആരെ വേണമെങ്കിലും വിളിച്ചു ചോദിച്ചു. കുത്തിയിരുന്ന് കാർപ്പറ്റിനകത്ത് മുടി വരെ റബ്ബ് ചെയ്തെടുക്കും. മനസ്സിലായോ? ഇപ്രാവശ്യം പക്ഷെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് വെസൽ ടീമിലാണ്. വെസൽ ടീമിൽ അത് വേറെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള അലമാണ്. അല്ലാതെയൊക്കെ ഓക്കെ ആയിരുന്നു. അവിടെ പിന്നെ അങ്ങനെ വൃത്തിയില്ലായ്മയൊന്നും കണ്ടില്ല. വൃത്തിയില്ലായ്മ ഞാൻ കണ്ടത് കഴിഞ്ഞ സീസണിലായിരുന്നു. ഡിസാസ്റ്റർ ആയിരുന്നു. അത് ഞാൻ പറയുകയും ചെയ്തു. ലാലേട്ടൻ എന്നെ ലൈവില് ലാലേട്ടൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ബാത്റൂമിനകത്ത് മരം വരെ വളർന്നു നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അതിനപേക്ഷിച്ച് ഇപ്രാവശ്യമുള്ള ഒരു അത്യാവശ്യം നല്ല പിന്നെ അതായത് നമ്മുടെ പ്രിമിസസ് എല്ലാം വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നത്. ഇപ്പൊ ബിബിയുടെ കേസ് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ സീസൺ തൊട്ട് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത വിന്നർ എന്നുള്ള രീതിയിലേക്ക് എന്താ ശരിക്കും അത് ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ജയിച്ചു കഴിയുമ്പോൾ കള്ളകളി ജയിക്കുമ്പോ അത് പറയാതെ ജയിച്ചു കഴിഞ്ഞ പിന്നീട് ഒരു സീസൺ വരുന്ന സമയത്ത് ഇത് എടുത്തു പറയും ചെയ്യുന്ന എന്തുകൊണ്ടായിരിക്കും? അത് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വോട്ട് ചെയ്തവർക്ക് എന്നെ ഒന്നിച്ചേ ഇത് വേണ്ട എന്ന് തോന്നുന്നത്. ചില കണ്ടസ്റ്റൻസിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചേടാ ഇവനെയാണ് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതെന്ന്. അത് ആരുടെ കുറ്റമോ? ജയിച്ചവന്റെ കുറ്റമല്ല. ആ ജയിച്ച ആളിന് വോട്ട് ചെയ്തതിൽ അവന്റെ ജഡ്ജ്മെന്റിൽ എററാണ്. അപ്പൊ ആ ജഡ്ജ്മെന്റിൽ എറർ ഉണ്ടാകാതെ നോക്കേണ്ടത് ആരാണ്? അതിന്റെ അക്കൗണ്ടബിലിറ്റി വോട്ട് ചെയ്തവന് തന്നെയാണ്. എന്നിട്ട് അവൻ പിന്നെ ഒന്ന് കുറ്റം പറയരുത്. ആ സമയത്ത് അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് വെച്ചിട്ട് തെറ്റായിപ്പോയി എന്ന് പറയുന്നത് ഗോവിന്ദ മാപ്പ് പറയുന്ന പോലെയാണ്. വേണ്ടിയിരുന്നില്ല എന്നുള്ള ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.